ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പബ്ലിക് റവന്യൂവിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമായിട്ട് രണ്ട് കോൺസെപ്റ്റുകളാണ് നമ്മളുള്ളത്: പബ്ലിക് റവന്യൂ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലേ? അപ്പോൾ അതിൽ പൊതുവരുമാനത്തെക്കുറിച്ച് പബ്ലിക് റവന്യൂവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അടുത്ത് നമ്മൾ പോകുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ, എന്താ പബ്ലിക് എക്സ്പെൻഡിച്ചർ? പബ്ലിക് എക്സ്പെൻഡിച്ചർ മലയാളം മീനിങ് എന്താണ്? പൊതു ചിലവെന്ന് പറയും. പബ്ലിക് എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു ദ സ്പെൻഡിങ് ബൈ ദ ഗവൺമെന്റ്. ആരുടെ സ്പെൻഡിങ് ആണ്? ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ആണ്. ഓർ പബ്ലിക് അതോറിറ്റീസ്, അല്ലെങ്കിൽ ആരുടേതായിരിക്കും? പബ്ലിക് അതോറിറ്റീസ് വെച്ചാൽ പൊതു സ്ഥാപനങ്ങൾ, ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ. ടു പ്രൊവൈഡ്, എന്തിനു വേണ്ടിയുള്ള ചിലവാണ്ടേ? ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്ത് പ്രൊവൈഡ് ചെയ്യാനാണ്? ഗുഡ്സ് ആൻഡ് സർവീസസ്. പിന്നെ എന്തിന്? ഫുൾഫിൽ സോഷ്യൽ ഒബ്ലിഗേഷൻസ്, സാമൂഹിക കടമകൾ നിറവേറ്റാൻ. എന്ന് വെച്ചാൽ ഈ ക്ഷേമ പെൻഷനൊക്കെ കൊടുക്കുക, ആളുകൾക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക, കുടിവെള്ള സൗകര്യം ഒരുക്കുക, ആൻഡ് ഫുൾഫിൽ സോഷ്യൽ ഒബ്ലിഗേഷൻ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഹെൽത്ത് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. സാമൂഹിക കടമകൾ നിറവേറ്റുക. ആൻഡ് പ്രൊമോട്ട് ഇക്കണോമിക് ഗ്രോത്ത്. പിന്നെന്തിനാണ്? സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച, അതിനുവേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ നിർമ്മിക്കുക, പാലങ്ങൾ നിർമ്മിക്കുക, പോർട്ട്സ്, തുറമുഖങ്ങൾ നിർമ്മിക്കുക, എയർപോർട്ടുകൾ നിർമ്മിക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വ്യവസായശാലകൾ ആരംഭിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു പൊതുസ്ഥാപനമോ വഹിക്കുന്ന ചിലവുകൾക്ക് പറയുന്ന പേരാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, പൊതു ചിലവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? Public expenditure refers to the spending by the government or public authorities to provide goods and services, fulfill social obligations and promote economic growth. Clear അല്ലേ? ഓക്കെ, ഇനി നോക്ക് ടൈപ്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. വിവിധ തരം പൊതുചിലവുകൾ. അല്ലെങ്കിൽ പൊതുചിലവുകളെ നമുക്ക് പലതായിട്ട് തിരിക്കാൻ സാധിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഒന്ന്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ ചിലവുകളെന്നും മൂലധന ചിലവുകളെന്നും രണ്ടായി തിരിക്കാം. അപ്പോൾ പൊതു ചിലവുകളെ നമുക്ക് രണ്ടായി തിരിക്കാം. എന്തൊക്കെയാണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലേ? എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? മീൻസ് റവന്യൂ ചിലവുകൾ എന്ന് പറയും. അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ മൂലധന ചിലവുകൾ എന്നും പറയും. രണ്ടാമത്തെ, ഡെവലപ്മെന്റ് ആൻഡ് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ. വികസന ചിലവുകളും വികസനേതര ചിലവുകളും. ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസനാത്മക ചിലവുകളും വികസനാത്മകമല്ലാത്ത അല്ലെങ്കിൽ വികസനേതരമായിട്ടുള്ള ചിലവുകളും. ഡെവലപ്മെന്റ് ആൻഡ് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ. പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. ആസൂത്രിത ചിലവും ആസൂത്രിതമല്ലാത്ത ചിലവും. പ്ലാൻ എക്സ്പെൻഡിച്ചർ ആൻഡ് എ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. ട്രാൻസ്ഫർ ആൻഡ് എ നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ ആൻഡ് എ നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. അടുത്ത, ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ. ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എന്തൊക്കെയാണ്ടേ നോക്കിയേ. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ നമുക്ക് പല തരത്തിൽ തിരിക്കാൻ സാധിക്കും. പൊതു ചിലവുകളെ നമുക്ക് പ്രധാനമായിട്ടും എത്രയായിട്ടാണ് തിരിച്ചത്? 5 ആയിട്ട് തിരിച്ചു നമ്മൾ. റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഡെവലപ്മെന്റ് ആൻഡ് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ, പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ, ട്രാൻസ്ഫർ ആൻഡ് നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ, ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇതാണ് പൊതു ചിലവുകളുടെ വിവിധ കാറ്റഗറീസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എന്താണ്? റവന്യൂ ചിലവുകളും മൂലധന ചിലവുകളും നോക്കാം നമുക്ക്. ആദ്യം നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. നോക്കി, ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ഡേ ടു ഡേ റണ്ണിംഗ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ്സ്. അപ്പൊ എന്താണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്? The expenses incurred for the day-to-day running of the government. Day-to-day running of the government. Day-to-day running എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായിട്ട്. ഇപ്പം ഗവൺമെന്റിന് നമ്മുടെ ഗവൺമെന്റ് മെഷീനറി അതെന്ത് ചെയ്യുന്നു? ദിവസേന ഇങ്ങനെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പിന്നെ ബ്യൂറോക്രാറ്റ്സ്, ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ ഓഫീസുകൾ ഇങ്ങനെ എന്നും എന്താണ് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ദ എക്സ്പെൻസസ് ഇൻകേർഡ്, ഗവൺമെന്റ് വഹിക്കുന്ന ചിലവാണ്. എന്തിന്? ഫോർ ദ ഡേ ടു ഡേ റണ്ണിങ് ഓഫ് ദ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഫോർ ദ ഡേ ടു ഡേ ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെന്റ് അല്ലെ? ഗവൺമെന്റിനെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ചിലവ്. ആൻഡ്
മെയിൻ്റെനൻസ് ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ്സ്. അതുപോലെ പിന്നെ എന്താണ് മെയിൻ്റെനൻസ് ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ്സ്, നിലവിലുള്ള അസറ്റുകൾ എന്ത് ചെയ്യാൻ വേണ്ടി, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി. ഗവൺമെന്റിന്റെ നിലവിലുള്ള അസറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഇപ്പോൾ ബിൽഡിംഗ് ഉണ്ടാകും, വാഹനങ്ങൾ ഉണ്ടാകും, അല്ലേ, അതൊക്കെ പ്രോപ്പറായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. അതുപോലെ മറ്റ് കാര്യങ്ങൾ അതൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഗവൺമെന്റ്. അതുപോലെ മെയിൻ്റെനൻസ്, നിലവിലുള്ള അസറ്റുകൾ, പുതിയ അസറ്റ് വാങ്ങാൻ ഉള്ള ചിലവെന്ന് ഞാൻ പറഞ്ഞില്ല, നിലവിലുള്ള അസറ്റുകൾ, അതൊരു മെഷീനറി ആകാം, വാഹനമാകാം, ഒരു ബിൽഡിംഗ് ആകാം, അതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. കാരണം ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ സംഭവിക്കും, അത് പിന്നെ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. അപ്പോൾ മെയിൻ്റെനൻസ് ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ്സ്, ഇതിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി സച്ച് എക്സ്പെൻസസ് ഡു നോട്ട് ക്രിയേറ്റ് അസറ്റ്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സച്ച് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ഏതാണ്ട് ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ ചിലവ് ഡു നോട്ട് ക്രിയേറ്റ് അസറ്റ്സ്, അല്ലെ, ഡു നോട്ട് ക്രിയേറ്റ് അസറ്റ്സ്, പുതിയ അസറ്റുകളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. തൊട്ട് മുകളിൽ പറഞ്ഞൊരു അസറ്റിന്റെ വാക്ക് അവിടെ വരുന്നുണ്ട്. എന്താണ്? മെയിൻ്റെനൻസ് ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ് എന്നാണ് അവിടെ പറഞ്ഞത്, അല്ലാതെ പുതിയ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നല്ല അവിടെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് പറയുന്നു റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ ചിലവുകൾ ഡു നോട്ട് ക്രിയേറ്റ് അസറ്റ്, പുതിയ അസറ്റ്, ദാറ്റ് മീൻസ് ഒരു പുതിയ ബിൽഡിംഗ് വയ്ക്കുന്ന ചിലവ് ഏതല്ല എന്നർത്ഥം, റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല. ഇപ്പോൾ ആർമിക്ക് വേണ്ടി പുതിയൊരു മെഷീൻ വാങ്ങുന്നു, അല്ലെങ്കിൽ പുതിയൊരു ആയുധം വാങ്ങുന്നു, ഒരു എയർക്രാഫ്റ്റ് മേടിക്കുന്നു, അതെന്തല്ല, അതൊരു പുതിയ അസറ്റാണ്, അതെന്തല്ല, റവന്യൂ ചിലവല്ല. നിലവിലുള്ള അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ചിലവ് എന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ റോഡ് റീടാർ ചെയ്യുന്നു, ഇപ്പോൾ റോഡിൽ ഇപ്പോൾ കുഴികൾ അടയ്ക്കുന്നു, അതെന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷേ ഒരു പുതിയ റോഡ് നിർമ്മിക്കുന്നു, പുതിയ റോഡ് നിർമ്മിക്കുക എന്ന് വെച്ചാൽ എന്താണ്, നിലവിൽ ഒരു റോഡില്ലാത്ത സ്ഥലത്ത് പുതിയ റോഡ് നിർമ്മിക്കുന്നു, അത് പുതിയൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യലാണ്. അവിടെ ചിലവുണ്ട്, ഗവൺമെന്റ് ചിലവ് തന്നെയാണ്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ. പക്ഷേ റോഡിലെ കുഴി അടയ്ക്കുന്ന എന്താണ്, ഒരു മെയിൻ്റെനൻസ് ആണ്, അത് എന്ത്, റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരും. ആ വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഈ എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ സച്ച് എക്സ്പെൻസസ് ഡു നോട്ട് ക്രിയേറ്റ് അസറ്റ്സ്, ഇത്തരം എക്സ്പെൻസുകൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓർ റെഡ്യൂസ് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ എന്ത് കുറയ്ക്കുന്നില്ല, ലയബിലിറ്റീസ് കുറയ്ക്കുന്നില്ല, ബാധ്യതകൾ കുറയ്ക്കുന്നില്ല. ഗവൺമെന്റ് ഇപ്പൊ പൈസ ചിലവാക്കുന്നു, ഇപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ പ്രത്യേകത, ഗവൺമെന്റ് പണം ചിലവാക്കുന്നു, പക്ഷേ പുതിയ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലേ, ഇപ്പോൾ ബിൽഡിംഗ് ആയിട്ടോ മെഷീനായിട്ടോ ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുപോലെ റെഡ്യൂസ് ലയബിലിറ്റീസ്, ഗവൺമെന്റിന്റെ ബാധ്യതകൾ കുറയുന്നതുമില്ല. ഗവൺമെന്റിന് ഇപ്പോൾ കടം കാണും, അല്ലേ, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിനൊക്കെ ഒരുപാട് കടമുണ്ട്, ഡെപ്റ്റ് ഉണ്ട്. ആ ഡെപ്റ്റ് എന്ന് വെച്ചാൽ ലയബിലിറ്റി അല്ലേ, ബാധ്യതയാണ്, ആ ബാധ്യത കുറയുന്നതും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചിലവുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നല്ല പോയിന്റാണ് ഇവിടെ പറഞ്ഞത്. സച്ച് എക്സ്പെൻസസ്, ദാറ്റ് മീൻസ് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഡു നോട്ട് ക്രിയേറ്റ് അസറ്റ്സ്, അല്ലേ, എന്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓർ റെഡ്യൂസ് ലയബിലിറ്റീസ്, ബാധ്യതകൾ കുറയ്ക്കുന്നും ഇല്ല. ക്ലിയർ അല്ലേ? ഇനി ദീസ് ആർ റെക്കറിംഗ്, അല്ലേ, ഇത്തരം ചിലവുകൾ എന്താണ്, റെക്കറിംഗ് ആണ്. റെക്കറിംഗ് മീൻസ് റെപ്പറ്റേറ്റീവ് ആണ്, മീൻസ് ആവർത്തിച്ച് കൊണ്ടിരിക്കുന്നു, റെക്കറിംഗ് ആണ്, വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിലവുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതിനെന്താണ്, ഒരു അന്ത്യമില്ല, ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ദിവസേന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൃത്യമായ ഇന്റർവെല്ലുകളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിലവാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ആൻഡ് ഷോർട്ട് ടേം, എന്താണ്, ഹ്രസ്വകാലയളവിലേക്കുള്ള ചിലവാണ്, ഷോർട്ട് ടേം പർപ്പസിനുള്ള ചിലവുകളാണ്. ഇത് റെക്കറിംഗ്, ആവർത്തിച്ചു വരുന്നതാണ്. ഷോർട്ട് ടേം പർപ്പസ് എന്ന് വെച്ചാൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ചിലവായി, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും അതേ ചിലവ് ആവർത്തിച്ച് വരുന്നു. അപ്പോൾ അത് ഷോർട്ട് ടേമിലേക്കുള്ളതാണെങ്കിലും ഇതിങ്ങനെ ഈ ഓരോ പീരീഡ് കഴിയുമ്പോൾ, ആ ടേം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് റെക്കറിംഗ് എന്ന് പറഞ്ഞത്. അതുപോലെ ഷോർട്ട് ടേം പീരീഡിലേക്ക് ഉള്ള ചിലവുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്ലിയർ അല്ലേ? ഇനി എക്സാമ്പിൾ നോക്ക്. സാലറി ഓഫ് എംപ്ലോയീസ്, ഗവൺമെന്റ് എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, അല്ലേ, ഗവൺമെന്റ് എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി ഉണ്ടല്ലോ, അത് കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണ്ടേ, മന്ത്ലി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണ്ടേ, അതിനൊരു അന്ത്യമുണ്ടോ? ഇല്ല, റെക്കറിംഗ് ആണ്. പക്ഷേ ഓരോ മാസ ശമ്പളമാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഷോർട്ട് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സാലറീസ് ഓഫ് ദ എംപ്ലോയീസ്. സബ്സിഡീസ്, ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നില്ലേ, നമ്മൾ സപ്ലൈകോയിൽ നിന്നും മറ്റും സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് സബ്സിഡൈസ് റേറ്റിലല്ലേ കിട്ടുന്നത്, ആ സബ്സിഡീസ്. അതുപോലെ ഫാർമേഴ്സിന് പിന്നെ മെഷീൻസ് വാങ്ങാൻ, അതുപോലെ പിന്നെ ഫെർട്ടിലൈസേഴ്സ് വാങ്ങാൻ സബ്സിഡി ഉണ്ട്. ആ സബ്സിഡി, ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡി, അതെന്താണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അവിടെ നിന്ന് ശ്രദ്ധിച്ചേ, പുതിയൊരു അസറ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല ലയബിലിറ്റി, ഗവൺമെന്റ് ലയബിലിറ്റി കുറയുന്നതുമില്ല. അതുപോലെ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഓൺ ലോൺസ്, ലോൺ പേയ്മെന്റ് എന്നല്ല പറഞ്ഞത്, ലോണിന്റെ റീപേയ്മെന്റ് എന്നല്ല അവിടെ പറഞ്ഞത്. ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഓൺ ലോൺസ്, ഗവൺമെന്റ് എടുത്തിട്ടുള്ള ലോണുകളുണ്ട്, അതിന് പലിശ അടയ്ക്കുന്നു. പലിശ അടയ്ക്കുമ്പോൾ അവിടെ ലയബിലിറ്റി കുറയുന്നില്ല, അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് മുതൽ, അല്ലേ, തുക അവിടെ നിലനിൽക്കുന്നുണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ആണ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഓൺ ലോൺസ്.
അതുപോലെ പെൻഷൻസ് അല്ലേ, പെൻഷൻ കൊടുക്കുന്നു. അതുപോലെ മെയിൻ്റെനൻസ് ഓഫ് റോഡ്സ് ആൻഡ് ബിൽഡിങ്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മെയിൻ്റെനൻസ് ഓഫ് റോഡ്സ് ആൻഡ് ബിൽഡിങ്സ്, റോഡുകൾ ബിൽഡിങ്ങുകൾ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, മെയിൻ്റെനൻസ് നടത്തുന്നു, എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ പരിഹരിക്കുന്നു. പുതിയ ബിൽഡിംഗ് നിർമ്മിക്കുന്ന കേസല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ മെയിൻ്റെനൻസ് ഓഫ് റോഡ്സ് ആൻഡ് ബിൽഡിങ്സ്, ദീസ് ആർ റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാസിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ എന്തൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ വരെ? റവന്യൂ ചിലവുകൾ ഏതൊക്കെയാണ്? സാലറി ഓഫ് എംപ്ലോയീസ്, സബ്സിഡീസ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഓൺ ലോൺസ്, പെൻഷൻസ്, മെയിൻ്റെനൻസ് ഓഫ് റോഡ്സ് ആൻഡ് ബിൽഡിങ്സ്. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഒന്നാമത്തെ കാറ്റഗറിയിൽ അടുത്തതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന ചിലവുകൾ എന്ന് പറയും. നോക്ക്, ഇപ്പം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. നോക്ക്, these expenses incurred for creating fixed assets or reducing liabilities. അപ്പോൾ നമ്മൾ പറഞ്ഞു റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഡു നോട്ട് ക്രിയേറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞു, ഓർ റെഡ്യൂസ് ലയബിലിറ്റീസ് അല്ലേ. അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയോ അതുപോലെ എന്ത് ലയബിലിറ്റി ഗവൺമെന്റ് ബാധ്യത കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ നോക്കിയേ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ക്രിയേറ്റിംഗ് ഫിക്സഡ് അസറ്റ്സ്. എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഫിക്സഡ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഒരു മെഷീനറി ആകാം, ഒരു ബിൽഡിംഗ് ആകാം, ഇതൊക്കെയാണ് ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ആ ഫിക്സഡ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓർ റെഡ്യൂസിങ് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ എന്ത് കുറയ്ക്കുന്നു? ഗവൺമെന്റിന്റെ ബാധ്യതകൾ കുറയ്ക്കുന്നു. ഗവൺമെന്റിന് വായ്പയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വായ്പ കുറയ്ക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ റെഡ്യൂസിങ് ലയബിലിറ്റീസ്, ബാധ്യതകൾ കുറയുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോ ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ക്രിയേറ്റിംഗ് ഫിക്സഡ് അസറ്റ്സ് ഓർ റെഡ്യൂസിങ് ലയബിലിറ്റീസ്. ഇനി ദീസ് എക്സ്പെൻസസ് ആർ നോൺ റെക്കറിങ്. ഇത് എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതല്ല. ഇപ്പൊ നിങ്ങൾ പഠിച്ച സ്കൂളുകളിൽ ഇപ്പോൾ എന്താണ് പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വെക്കുന്ന നിങ്ങൾ കാണും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പുതിയ ബിൽഡിംഗ് വെക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് പുതിയ അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇത് ആ അസറ്റ് ക്രിയേറ്റ് ചെയ്താൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു 10-30 അല്ലെങ്കിൽ 40 വർഷത്തേക്ക് അതുപോലെ ബിൽഡിംഗ് വെക്കേണ്ട കാര്യമില്ല. അതെന്താണ്, ഒരു ലോങ് ടേമിലേക്ക് വേണ്ടി വെക്കുന്നതാണ്. അത് വീണ്ടും വീണ്ടും എല്ലാ മാസവും ഇങ്ങനെ അല്ലെങ്കിൽ എല്ലാ വർഷവും ആവർത്തിക്കുന്നില്ല ആ ചിലവ് അല്ലേ. അത് നോൺ റെക്കറിങ് ആണ്, ആവർത്തിക്കുന്നില്ല. ആൻഡ് ലോങ് ടേം, എന്നത്തേക്ക് വേണ്ടിയാണ്? ലോങ് ടേമിലേക്ക് വേണ്ടിയാണ് ഈ ചിലവുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റോഡ് നിർമ്മിക്കുന്നു, ഇപ്പോൾ റോഡിൻ്റെ കാലാവധി എന്താണ്? 10 വർഷമോ 15 വർഷമോ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വെക്കുന്നു, അതിൻ്റെ കാലാവധി എന്താണ്? 20, 30, 40 വർഷത്തേക്കാണ് വെക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് പിന്നീട് എന്ത് ചെയ്യേണ്ട? ചിലവുകൾ ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ മെയിൻ്റെനൻസ് വേണ്ടി വരും. ആ മെയിൻ്റെനൻസ് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല. മെയിൻ്റെനൻസിൻ്റെ ചിലവ് എന്താണ്? നമ്മൾ പറഞ്ഞു റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്ക്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൂലധന ചിലവ് എന്താണ്ട്? ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ക്രിയേറ്റിംഗ് ഫിക്സഡ് അസറ്റ്സ് ഓർ റെഡ്യൂസിംഗ് ലയബിലിറ്റീസ്. ദീസ് എക്സ്പെൻസസ് ആർ നോട്ട് റെക്കറിംഗ് ആൻഡ് ലോങ് ടേം അല്ലേ. എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ? ഇനി എക്സാമ്പിൾസ് നോക്ക്. കൺസ്ട്രക്ഷൻ ഓഫ് ഹൈവേസ്, ഹൈവേയുടെ നിർമ്മാണം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് എന്ന് പറഞ്ഞാലും മതി. സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഇതിൻ്റെയൊക്കെ നിർമ്മാണം എന്താണ്? അവിടെ പുതിയ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വൈ സച്ച് എക്സ്പെൻസസ് ആർ കാൾഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പർച്ചേസ് ഓഫ് മെഷീനറി ഓർ ലാൻഡ് അല്ലേ. എന്ത് വാങ്ങുന്നു? ഗവൺമെന്റിന് വേണ്ടി മെഷീനറി വാങ്ങുന്നു, ലാൻഡ് വാങ്ങുന്നു. മെഷീനറി എന്ന് പറയുമ്പോൾ ഒരു വാഹനം വാങ്ങുന്നു എല്ലാം വരും കേട്ടോ അതിനകത്ത്. ലാൻഡ് വാങ്ങുന്നു, ഇതൊക്കെ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ലോൺസ് ഗിവൺ ടു സ്റ്റേറ്റ്സ് ഓർ പബ്ലിക് എന്റർപ്രൈസസ്, പിന്നെന്ത് വരും? ലോൺസ് ഗിവൺസ് ടു സ്റ്റേറ്റ്, സ്റ്റേറ്റുകൾക്ക് എന്ത് കൊടുക്കുന്നു? ലോൺ കൊടുക്കുന്നു, വായ്പ കൊടുക്കുന്നു. ഓർ പബ്ലിക് എന്റർപ്രൈസസ്, പൊതു സ്ഥാപനങ്ങൾക്ക്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്ന വായ്പ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. കാരണം അത് പലിശ ഉൾപ്പെടെ തിരിച്ചു കിട്ടും. റീപേയ്മെന്റ് ഓഫ് ഗവൺമെന്റ് ഡെപ്റ്റ്, ഇനി ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഡെപ്റ്റ് വായ്പ കൊടുക്കുന്നതിനോടൊപ്പം നേരത്തെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അത് റീപേ ചെയ്യുന്നു. മീൻസ് പലിശ കൊടുക്കൽ മാത്രമല്ല, ആ പ്രിൻസിപ്പൽ എമൗണ്ട് മൊത്തവും, ആ ബാധ്യത മൊത്തവും തീർക്കുന്നു. റീപേയ്മെന്റ് ഓഫ് ഗവൺമെന്റ് ഡെപ്റ്റ്, അതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. കാരണം എന്താണ്? റെഡ്യൂസിങ് ലയബിലിറ്റീസ്, ബാധ്യതകൾ കുറയ്ക്കുന്നില്ലേ, അതുകൊണ്ടാണ് റീപേയ്മെന്റ് ഓഫ് ഗവൺമെന്റ് ഡെപ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഹൈവേസ്, schools, hospitals, purchase of machinery or land, loans given to states or public enterprises, repayment of government debt. These are examples for capital expenditure. Clear അല്ലേ? ഇത്രയുമാണ് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. അപ്പോൾ എന്താണ് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിൻ്റെ എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അങ്ങനെ വേണം പഠിക്കാൻ. അല്ലാതെ വെറുതെ നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല ഈ ഒരു കോൺസെപ്റ്റുകളൊന്നും. അതിൻ്റെ ഐഡിയ പിടികിട്ടിയാൽ മാത്രമേ നമുക്കത് പിന്നീട് നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ മനസ്സിലും കിടന്നോളൂ. എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ക്ലിയർ അല്ലേ? അടുത്ത രണ്ടാമത്തെ ടൈപ്പ് എക്സ്പെൻഡിച്ചർ ആണ് ഡെവലപ്മെന്റ് ആൻഡ് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ. വികസനാത്മകവും
വികസനാത്മകമല്ലാത്തതുമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ. ആരുടെ? ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ. നോക്കാം. ആദ്യം നമ്മൾ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ നോക്കുന്നു. വികസനാത്മക ചിലവുകൾ നോക്കാം. അപ്പം നമ്മൾ ഈ ഓരോ കാറ്റഗറിയിലും പറയുന്നത് അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ്, അതിൻ്റെ പർപ്പസ് അനുസരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൽ വന്ന ഒരു കാറ്റഗറിയിൽ വന്ന എക്സ്പെൻഡിച്ചർ തന്നെ രണ്ടാമത്തേലും വരിക. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓരോ കാറ്റഗറി നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്നിലധികം കാറ്റഗറിയിൽ ഒന്നിലധികം ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചറിൽ എക്സാമ്പിൾസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൺഫ്യൂഷൻ വരരുത്. അതിൻ്റെ നേച്ചർ അനുസരിച്ച്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ നോക്ക്. ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു ഗവൺമെന്റ് സ്പെൻഡിങ് ഓൺ പ്രോജക്ട്സ് ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് പ്രൊമോട്ട് ഇക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. അപ്പൊ നോക്കിയേ, എന്താണ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ? ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു ഗവൺമെന്റ് സ്പെൻഡിങ് ഓൺ എന്തിനുള്ള ചിലവാണ്? പ്രോജക്ട്സ് ആൻഡ് പ്രോഗ്രാംസ്. പ്രോജക്ട്സ് ആൻഡ് ഗവൺമെന്റിന്റെ പ്രോജക്ട്സുകൾ, വിവിധ പ്രോജക്റ്റുകളുണ്ട്, ഗവൺമെന്റിന്റെ വിവിധ പ്രോഗ്രാംസ് ഉണ്ട്. എന്തിനുള്ള പ്രോജക്ട്സും എന്തിനുള്ള പ്രോഗ്രാംസുമാണ്? ദാറ്റ് പ്രൊമോട്ട് ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച പ്രൊമോട്ട് ചെയ്യുന്ന പ്രോജക്റ്റും പ്രോഗ്രാംസിനും, സോഷ്യൽ ഡെവലപ്മെന്റ്, സാമൂഹിക വികസനത്തിനുള്ള പദ്ധതികൾക്ക്, ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ. അപ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, സാമൂഹിക വികസനം ത്വരിതപ്പെടുത്തുക, സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ തുടങ്ങിയവയ്ക്ക് വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ പ്രോഗ്രാംസ് ഉണ്ട്, പ്രോജക്ട്സ് ഉണ്ട്. അതിനുവേണ്ടി ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ഉണ്ട്. ദാറ്റ് സ്പെൻഡിങ് ഈസ് കാൾഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഡെവലപ്മെന്റ് അല്ലേ? സോഷ്യൽ ഡെവലപ്മെന്റ്, ഇംപ്രൂവ്മെന്റ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, അതൊക്കെ ഡെവലപ്മെന്റ് പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ വികസനാത്മകമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് പണം ചിലവഴിക്കുന്നുണ്ട്. അതിനെയാണ് വികസനാത്മകമായ ചിലവുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. എക്സാമ്പിൾ നോക്ക്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകളുടെ നിർമ്മാണം. ഓർക്കുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലും അത് വന്നു. ഇവിടെ എന്തുകൊണ്ടാണ്? വികസനവുമായി ബന്ധപ്പെട്ട ചിലവുകളാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഓക്കെ. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, റോഡുകൾ നിർമ്മിക്കുന്നു, പാലങ്ങൾ നിർമ്മിക്കുന്നു, ഡാമുകൾ നിർമ്മിക്കുന്നു, തുറമുഖം നിർമ്മിക്കുന്നു, അതൊക്കെ വരും. സോഷ്യൽ സർവീസസ്, സാമൂഹിക സേവനങ്ങൾക്കുള്ള ചിലവുകൾ, ദാറ്റ് മീൻസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സോഷ്യൽ വെൽഫെയർ, ഇതിനു വേണ്ടിയുള്ള ചിലവാക്കലുകൾ, അതെന്താണ്? സാമൂഹിക വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഇക്കണോമിക് ഡെവലപ്മെന്റ്, ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. അപ്പോൾ എന്താണ് ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ? കാർഷിക രംഗത്ത് ഗവൺമെന്റ് നിക്ഷേപമില്ലേ? ഗവൺമെന്റ് ചിലവാക്കുന്നില്ലേ? ഇൻഡസ്ട്രി, വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പണം ചിലവാക്കുന്നുണ്ട്. ആൻഡ് ഓൺടർപ്രണർഷിപ്പ്, സംരംഭങ്ങൾ, പുതിയ പുതിയ സംരംഭങ്ങൾ, നമ്മുടെ കേരളത്തിൽ നമ്മൾ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറയും അല്ലേ? അങ്ങനെ സ്റ്റാർട്ടപ്പുകൾ, പുതിയ സ്റ്റാർട്ടപ്പുകൾ നിർമ്മിക്കാനൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻസെന്റീവ്സ് ഗവൺമെന്റ് തന്നെ കൊടുക്കുന്നുണ്ട് അല്ലെ? ടാക്സ് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്തു കൊടുക്കുന്നുണ്ട്? ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾ ശ്രദ്ധിച്ച്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, സോഷ്യൽ സർവീസസ്, ഇക്കണോമിക് ഡെവലപ്മെന്റ്, ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഓർക്കുക? വികസനത്തിന് വേണ്ടിയുള്ള ചിലവുകളാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ, വികസനാത്മകമല്ലാത്ത ചിലവുകൾ നോക്കാം. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്കല്ലാതെയും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പണം ചിലവഴിക്കുന്നുണ്ട്. അതെങ്ങനെയാ വരിക? നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു ഗവൺമെന്റ് സ്പെൻഡിങ് ഓൺ റൊട്ടീൻ ആക്ടിവിറ്റീസ്. ഗവൺമെന്റ് റൊട്ടീൻ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? ഡേ ടു ഡേ ഇങ്ങനെ നടക്കുന്ന ആക്ടിവിറ്റീസിന്, എന്നും ഇങ്ങനെ നടക്കുന്ന ആക്ടിവിറ്റീസിന് വേണ്ടി. അതുപോലെ മെയിൻ്റനൻസ്, ഗവൺമെന്റിന്റെ അസറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, മെയിൻ്റനൻസിന്. ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, ഭരണ ചിലവുകൾക്കായിട്ട്. അപ്പോൾ എന്താണ്? അപ്പോൾ നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്പെൻഡിങ് ആണ്. എന്തിനു വേണ്ടി? റൊട്ടീൻ ആക്ടിവിറ്റീസ്, ഗവൺമെന്റിന്റെ ഡേ ടു ഡേ ഫംഗ്ഷനിങ് നടക്കണ്ടേ? ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സാലറി വേണം, ഒരു ഓഫീസിലെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങണം. അതുപോലെ മെയിൻ്റനൻസ്, നിലവിലുള്ള അസറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകണം. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, ഭരണ ചിലവുകളുണ്ട്. ഇപ്പോൾ ഗവൺമെന്റിന് ഒരുപാട് വാഹനങ്ങളില്ലേ? ആ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഒരുപാട് വാഹനങ്ങളുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അവിടുത്തെ കമ്പ്യൂട്ടർ മെയിൻറ്റെയിൻ ചെയ്യണം, മെഷീനറി മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, ഭരണ ചിലവുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ചിലവുകൾ അതെന്താണ്? എന്നുമുള്ള ചിലവുകളാണ്, ഒരു വികസനവുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല അല്ലേ? അത് ഗവൺമെന്റിന്റെ ഗവൺമെന്റ് മെഷീനറി അല്ലേ? ഗവൺമെന്റ് മെഷീനറി കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ചിലവുകളാണ്. അതുകൊണ്ടാണ് ഇതിനെ നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വിളിച്ചത്. ഇനി എക്സാമ്പിൾ നോക്കിയേ. സാലറി ആൻഡ് പെൻഷൻ. ഇപ്പോൾ
ഗവൺമെൻറ് എംപ്ലോയീസിന് ഇങ്ങനെ സാലറിയും പെൻഷനും കൊടുക്കുന്നു. അതെന്താ വികസനാത്മകമായ ചിലവല്ല, ഗവൺമെൻറ് മെഷീനറി പ്രവർത്തിപ്പിച്ചതിന് അവർക്ക് കൊടുക്കുന്ന റിവാർഡാണ്, അവർക്ക് കൊടുക്കുന്ന അവരുടെ സർവീസിന് കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ് സാലറി ആൻഡ് പെൻഷൻ. അവിടെ എന്താണ് വികസനവുമായി ബന്ധപ്പെട്ടല്ല അത് വരുന്നത്. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ്, പലിശ അടവ്, എന്തെങ്കിലും വികസനമുണ്ടോ? ഇല്ല. ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി, നമ്മുടെ പ്രതിരോധ ആവശ്യങ്ങൾക്ക്, അതുപോലെ സെക്യൂരിറ്റി, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ, അതും വികസനാത്മകവുമായി വരുന്നതല്ല. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, ഭരണ ചിലവുകൾക്ക്, അല്ലേ? ഇതൊക്കെയാണ് എന്തിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ സാലറി ആൻഡ് പെൻഷൻ ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ തന്നിട്ടായിരിക്കും ചോദിക്കുക ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ഡെവലപ്മെന്റ് ആണോ നോൺ ഡെവലപ്മെന്റ് ആണോ. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത ടൈപ്പാണ് പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ, ആസൂത്രിതമായ ചിലവുകളും ആസൂത്രിതമല്ലാത്ത ചിലവുകളും. നോക്കാം നമുക്ക്. പ്ലാൻ എക്സ്പെൻഡിച്ചർ ആണ് ആദ്യം നോക്കുന്നത്. സ്പെൻഡിങ് റിലേറ്റഡ് ടു ഗവൺമെന്റ് പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് ഔട്ട്ലൈൻഡ് ഇൻ ദ 5-year plans. അപ്പോൾ ഇത്തരം ചിലവിന്റെ പ്രത്യേകത എന്താണ്? സ്പെൻഡിങ് റിലേറ്റഡ് ടു ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, വികസനാത്മകമായ പരിപാടികൾക്ക് വേണ്ടി, ആൻഡ് സ്കീംസ്, അല്ലെ, വികസനാത്മകമായ പദ്ധതികൾക്കും, അല്ലെ, അതുപോലെ സ്കീമുകൾക്കും വേണ്ടിയുള്ള ചിലവ്. എന്താണ് ഇങ്ങനെയുള്ള ചിലവാണ്. അപ്പോൾ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കിയത് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വിചാരിക്കും. പക്ഷേ അവിടെ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, ഔട്ട്ലൈൻഡ് ഇൻ ദ 5-year plans. നമുക്ക് നേരത്തെ 5-year plans ഇല്ലായിരുന്നു, പഞ്ചവത്സര പദ്ധതികളില്ലായിരുന്നു. അങ്ങനെ ഈ ആസൂത്രണത്തിന്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ ആസൂത്രണവുമായി ബന്ധപ്പെട്ടാണ് ഏത് വരുന്നത്, 5-year plans, പഞ്ചവത്സര പദ്ധതികൾ വരുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ 5-year പ്ലാൻസിൽ ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്ന, 5-year പ്ലാൻസിൽ അടിവരയിട്ട് പറയുന്ന, അല്ലെങ്കിൽ 5-year പ്ലാൻസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് ഉണ്ടാകും, സ്കീംസ് ഉണ്ടാകും. അങ്ങനെയുള്ള സ്കീംസിന് വേണ്ടി ഗവൺമെന്റ് പ്രത്യേകം പണം വകയിരുത്തും, അല്ലേ? ബഡ്ജറ്റിലൊക്കെ പൈസ വകയിരുത്തും. ഇതിനെ പറയുന്ന പേരാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അപ്പോൾ ഒരു പദ്ധതി നടപ്പിലാക്കാൻ നമ്മളെന്താണ് ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാംസും സ്കീംസും നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പണം വകയിരുത്തുന്നു. ഇറ്റ് ഈസ് പ്ലാൻ എക്സ്പെൻഡിച്ചർ. പിടികിട്ടിയോ? ഇപ്പോൾ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ്, പുതിയ പ്രോഗ്രാംസ് ഒക്കെ പ്രഖ്യാപിക്കും ബഡ്ജറ്റിൽ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് തുക മാറ്റിവെക്കുന്നു. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന എന്താണ്, ഈ 5-year പ്ലാൻസ്, നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നല്ലോ, 5 വർഷം കൊണ്ട് നമുക്ക് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ഗവൺമെന്റ് പണം വകയിരുത്തുന്നു. അപ്പോൾ അതെന്താണ്, പ്ലാൻ എക്സ്പെൻഡിച്ചർ ആണ്. പിടികിട്ടിയല്ലോ? ഇനി എക്സാമ്പിൾ നോക്ക്. എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത്, ആരോഗ്യരംഗത്തിന് വേണ്ടിയുള്ള ചിലവുകൾ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്, റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ വികസനത്തിന്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഇതെന്താണ്, ഒരു പ്ലാനുമായി ബന്ധപ്പെട്ടാണ് വരുന്നതെങ്കിൽ 5-year പ്ലാൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്ലാൻസ്, പദ്ധതികളുമായി ബന്ധപ്പെട്ട് ആ പദ്ധതികൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഹെൽത്ത് സ്കീമുകൾ, എഡ്യൂക്കേഷൻ പ്രോഗ്രാംസുകൾ, അങ്ങനെയുള്ള പദ്ധതികൾക്കാണ് ഈ ചിലവുകൾ എന്ന് പറയുന്നത്, പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ലൈക്ക് റോഡ്സ്, റെയിൽവേസ്, പവർ. അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായിട്ട് നമ്മൾ പുതിയ റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്, റെയിൽവേ വികസിപ്പിച്ചിട്ടുണ്ട്, പുതിയ പവർ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാൻസിന്റെ ഭാഗമായിട്ടുള്ള ചിലവുകളാണ് ഇത് വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ലൈക്ക് റോഡ്സ്, റെയിൽവേസ് ആൻഡ് പവർ. അതുപോലെ എക്സ്പെൻഡിച്ചർ അണ്ടർ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ലൈക്ക് MNREGA, അല്ലേ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005 പാസ്സാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ അതൊക്കെ എന്താണ്, ഈ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് 5-year പ്ലാൻസോ അല്ലെങ്കിൽ അതുപോലുള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഇങ്ങനെയുള്ള സ്കീമുകൾ. അതിനുവേണ്ടി തുക വകയിരുത്തുന്നു, അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ പ്ലാൻ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഒരു പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട് വരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് വഹിക്കേണ്ടി വരുന്ന ചിലവാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ. അടുത്തത് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. അത് ആസൂത്രിതമല്ലാത്ത ചിലവുകൾ. ഇപ്പോൾ ആസൂത്രണം ചെയ്തും നമുക്ക് നടപ്പിലാക്കുന്ന ചിലവുകളുണ്ട്, അതുപോലെ അതല്ലാതെയും ഉണ്ട്. എന്താണത്? സ്പെൻഡിങ് നോട്ട് ലിങ്ക്ഡ് ടു ദ 5-year പ്ലാൻസ്, മോസ്റ്റ് റെക്കറിംഗ് ഇൻ നേച്ചർ. അപ്പോൾ സ്പെൻഡിങ് നോട്ട് ലിങ്ക്ഡ് ടു ദ 5-year പ്ലാൻസ് ഇത് എന്തുമായി ബന്ധപ്പെട്ടതല്ല. ഈ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ 5-year പ്ലാൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളല്ല, അങ്ങനെ ആസൂത്രിതമായി നടപ്പിലാക്കുന്ന ചിലവുകൾ അല്ല. പിന്നെയോ മോസ്റ്റ് റെക്കറിംഗ് ഇൻ നേച്ചർ,
ഇങ്ങനെ റെക്കറിംഗ് ആയിട്ട് വരുന്ന ആവർത്തിച്ച് വരുന്ന ചിലവുകളാണ്. അതിന്റെ സ്വഭാവം എന്താണ്? നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്താണ്? ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ചിലവ്. അതിന് പ്ലാൻ ആസൂത്രിതമായിട്ടൊന്നും നടപ്പാക്കേണ്ട. അതെന്താണ്? ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ ആ ചിലവ് വന്നുകൊണ്ടേയിരിക്കും. അതാണ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്ക്. സാലറീസ് ആൻഡ് പെൻഷൻസ് ഓഫ് ദ ഗവൺമെന്റ് എംപ്ലോയീസ്. റെക്കറിംഗ് അല്ലേ? എല്ലാ മാസവും എന്ത് കൊടുത്തേ പറ്റൂ? ഗവൺമെന്റ് എംപ്ലോയീസിന് സാലറിയും അതുപോലെ പെൻഷനും കൊടുത്തേ പറ്റൂ. റിട്ടയർമെന്റ് ആയവർക്ക് പെൻഷനും കൊടുത്തേ പറ്റൂ. അതിന് പ്രത്യേകിച്ച് ഒരു ആസൂത്രണം നടപ്പാക്കേണ്ട കാര്യമുണ്ടോ? 5 ഇയർ പ്ലാൻസിലൂടെയാണ് അത് കൊടുക്കുന്നത്? അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതെവിടെയും വന്നു, റവന്യൂ എക്സ്പെൻഡിച്ചറിലും വന്നു, ഓർമ്മയുണ്ടോ? അപ്പോൾ അവിടെ നോൺ പ്ലാൻ ആയിട്ടാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഏതിൽ ഉൾപ്പെടുത്തുന്നു? നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിൽ ഉൾപ്പെടുത്തുന്നു. ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഓൺ ഡെപ്റ്റ്. നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേൾഡ് ബാങ്കിൽ നിന്ന്, IMF നിന്നൊക്കെ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ആ കടത്തിന് പ്രതിമാസം നമ്മൾ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. അത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ മാസവും കൊടുത്തേ പറ്റൂ. അതാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഓൺ ഡെപ്റ്റ്. ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, ആർമിയുടെ ചിലവുകൾ, ആർമി പേഴ്സൺസിന്റെ ശമ്പളം, അതുപോലെ അവർക്ക് വേണ്ട മറ്റ് ആയുധങ്ങൾ, ഫുഡ് കാര്യങ്ങൾ. അതെന്താണ്? ഒരു ആസൂത്രണത്തിൽ നടപ്പാക്കേണ്ട കാര്യമല്ലോ. എല്ലാ രാജ്യത്തും ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഒരു കൃത്യമായിട്ടുള്ള ശതമാനമുണ്ട്. അത് കൊടുത്ത ഒരു മിനിമം പെർസെൻറ്റേജ് ഉണ്ട്. അത് നമ്മൾ കൊടുത്തേ പറ്റൂ. സബ്സിഡി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾസ്? സാലറീസ് ആൻഡ് പെൻഷൻസ് ഓഫ് ദ ഗവൺമെന്റ് എംപ്ലോയീസ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഓൺ ഡെപ്റ്റ്, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, സബ്സിഡീസ്. അപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾസ് നോക്കി. ആ എക്സാമ്പിളിലൊന്നും എന്താണ്? ഒരു പ്ലാനുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകളല്ലാതെ റെക്കറിംഗ് ആണ്, ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതാണ്. ദാറ്റ് ഈസ് വൈ സച്ച് എക്സ്പെൻഡിച്ചേഴ്സ് ആർ കാൾഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. ഇനി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നൗ പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ ക്ലാസിഫിക്കേഷൻ ഈസ് നോ ലോങ്ങർ യൂസ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ അവസരത്തിൽ ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറും നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറും എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ നോ ലോങ്ങർ യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. ഇറ്റ് വാസ് അബോളിഷ്ഡ് ഫ്രം ദ യൂണിയൻ ബഡ്ജറ്റ് 2017-18 ഓൺവേഴ്സ്. ഇതെന്ത് ചെയ്തു? ഈ പ്ലാൻ ആൻഡ് നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഇറ്റ് വാസ് അബോളിഷ്ഡ്. നമ്മൾ എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു ഫ്രം ദ യൂണിയൻ ബഡ്ജറ്റ്. ഏത് യൂണിയൻ ബഡ്ജറ്റ് മുതൽ? 2017-2018 ഓൺവേഴ്സ്. അല്ലെങ്കിൽ 2017 മുതൽ എന്ന് പറയാം, അല്ലെങ്കിൽ 2017-18 ബഡ്ജറ്റ് മുതൽ ഇങ്ങനെ പ്ലാൻ എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തു? നമ്മൾ എടുത്തു കളഞ്ഞു. ഏത് ബഡ്ജറ്റ് മുതൽ? 2017-18 ഫിസ്ക്കൽ ഇയർ ബഡ്ജറ്റ് മുതൽ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിന് വലിയ റെലവൻസ് ഇല്ല. എങ്കിലും ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ എക്സാമ്പിൾസ് ചോദിക്കാം, അല്ലെങ്കിൽ അത് എന്ന് മുതലാണ് അത് നിർത്തലാക്കിയെന്ന് ചോദിക്കാം. എന്ന് മുതലാണ്ടേ? യൂണിയൻ ബഡ്ജറ്റ്, ഫ്രം ദ യൂണിയൻ ബഡ്ജറ്റ് 2017-18 മുതലാണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. കാരണം ഇപ്പോൾ 5 ഇയർ പ്ലാൻസ് ഇല്ലല്ലോ അല്ലേ? അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു 5 ഇയർ പ്ലാൻസോ കാര്യങ്ങളോ ഇല്ല. പ്ലാനിങ് ഒക്കെ ഉണ്ട് നീതി ആയോഗിൻ്റെ കീഴിൽ. പക്ഷെ അങ്ങനെ പഴയതുപോലെ പ്രോപ്പറായിട്ടുള്ളൊരു 5 ഇയർ പ്ലാൻസും അതിനുവേണ്ടി തുക വകയിരുത്തുന്നത്, അതിനുവേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഓരോ ബഡ്ജറ്റിലും അതിനുവേണ്ടി തുക ഇരുത്തുക, അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ല. അടുത്തത് ട്രാൻസ്ഫർ ആൻഡ് നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. ട്രാൻസ്ഫർ ആൻഡ് നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതെന്താണ് നോക്കാം നമുക്ക്. ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ മാറ്റ ചിലവുകൾ എന്ന് പറയും, അല്ലെങ്കിൽ മാറ്റ അടവുകൾ എന്നൊക്കെ പറയും. ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഗവൺമെന്റിന്റെ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ നോക്കാം. മാറ്റ ചിലവുകൾ അല്ലെങ്കിൽ മാറ്റ അടവുകൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ refers to government spending that involves transferring funds from one entity to another without receiving goods or services in return. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഒരു പണം കൊടുത്തു, ഒരു 100 രൂപ കൊടുത്തു. ഈ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് അറിയാം അതെന്ത് ചെയ്യില്ല, അതിന് പകരം ഒരു ഗുഡോ ഒരു സർവീസോ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല, അല്ലെങ്കിൽ ആ പണം തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുത്താൽ അതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇതുപോലെ ആരും ചെയ്യാറുണ്ട്, ഗവൺമെന്റും ചെയ്യാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നോക്ക്, ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ refers to government spending that involves transferring funds from one entity to another. Transferring funds from one entity to another without receiving goods or service in return. എന്ന് വെച്ചാൽ ഇവിടെ ഒരു എൻറ്റിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ആ മറ്റൊരു എൻറ്റിറ്റിക്ക്, അത് ചിലപ്പോൾ മറ്റൊരു ഗവൺമെന്റ് ആകാം, മറ്റൊരു വ്യക്തിയാകാം, മറ്റൊരു സ്ഥാപനമാകാം, അവർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, പണം ട്രാൻസ്ഫർ ചെയ്യുന്നു. എങ്ങനെയാണ്? വിത്തൗട്ട് റിസീവിങ് ഗുഡ്സ്. പകരം എന്ത്? ആ പൈസയ്ക്ക് പകരമായിട്ട് ഒരു ഗുഡും റിസീവ് ചെയ്യുന്നില്ല,
ഓർ സർവീസസ്, സേവനവും കിട്ടുന്നില്ല അവർക്ക് ഇൻ റിട്ടേൺ, അല്ലെ, പ്രതിഫലമായിട്ടൊരു സാധനമോ സേവനമോ റിസീവ് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് മറ്റൊരു എൻറ്റിറ്റിക്ക്, അതൊരു വ്യക്തിയാകാം, സ്ഥാപനമാകാം, അല്ലെ, മറ്റൊരു ഗവൺമെന്റ് സിസ്റ്റം ആകാം, അവർക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ തുകയ്ക്ക് പറയുന്ന, അല്ലെങ്കിൽ ആ എക്സ്പെൻഡിച്ചറിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. ക്ലിയർ അല്ലേ? ഓക്കെ. എക്സാമ്പിൾ നോക്ക്. സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്. സോഷ്യൽ സെക്യൂരിറ്റി, ഇവിടെ വൺ എൻറ്റിറ്റി ടു അനദർ. സാധാരണ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് വ്യക്തികൾക്കും കൊടുക്കാം കേട്ടോ, വ്യക്തികളും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വൺ എൻറ്റിറ്റി ടു അനദർ. ഇവിടെ വൺ എൻറ്റിറ്റി എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഗവൺമെന്റ്, മറുഭാഗത്ത് ആരുമാകാം, വ്യക്തികളാകാം, മറ്റ് ഗവൺമെന്റ് സിസ്റ്റം ആകാം, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആകാം, അല്ലെങ്കിൽ മറ്റ് ഫോറിൻ ഗവൺമെന്റുകൾ ആരുമാകാം. എക്സാമ്പിൾ നോക്ക്. സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്, സാമൂഹിക സുരക്ഷ, അല്ലേ, സാമൂഹിക സുരക്ഷ, പിന്നെ നേട്ടങ്ങൾ, അല്ലെങ്കിൽ സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള തുക എന്തൊക്കെയാണ്? പെൻഷൻസ്, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്, അല്ലേ, പെൻഷൻ കൊടുക്കുന്നുണ്ട്. പെൻഷൻ എന്ന് വെച്ചാൽ ഈ റിട്ടയർമെന്റ് ആയവർക്കുള്ള പെൻഷൻ അല്ല, ഇവിടെ അതാണ് എടുത്തു പറഞ്ഞത്, സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്. സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ആണ്, അല്ലെ, സാമൂഹിക സുരക്ഷാ പെൻഷനുകളാണ്. ആ പെൻഷനാണ് ഉദ്ദേശിക്കുന്നത്, പെൻഷൻ, ക്ഷേമ പെൻഷൻ എന്ന് നമ്മൾ പറയും. അതെന്താണ്? ഗവൺമെന്റിന് തിരിച്ചു കിട്ടുന്നുണ്ടോ? ആ ക്ഷേമ പെൻഷൻ സ്വീകരിക്കുന്ന ആളിൽ നിന്ന് എന്തെങ്കിലും സർവീസ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അത് അവർക്ക് അങ്ങനെ ഓൺ സൈഡഡ് ആയിട്ടാണ് കൊടുക്കുകയാണ്, യൂണിലാറ്ററൽ ആണ്, ഒരു വശത്തേക്ക് മാത്രം കൊടുക്കുകയാണ്, തിരിച്ചൊരു സാധനമോ സേവനമോ അവർക്ക് കിട്ടുന്നില്ല. അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ്, തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നില്ല ഈ ഗവൺമെന്റ്, തിരിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലും സാധനമോ സേവനമോ കിട്ടുന്നുണ്ടോ ഗവൺമെന്റിന്? ഇല്ല. ആൻഡ് അതർ ഫോംസ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതുപോലെ മറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ ഗവൺമെന്റുകൾ അസിസ്റ്റൻസ്, ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ കലാമിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അസിസ്റ്റൻസ് തരും. അതുപോലെ എല്ലാ വർഷവും ഇതുപോലെ എന്താണ്, സ്റ്റേറ്റ് ഗവൺമെന്റ്സുകൾക്ക് സെൻട്രൽ ഗവൺമെന്റ് ഇതുപോലെ ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് ആയിട്ട്, എന്ന് വെച്ചാൽ ആ ഗ്രാൻഡുകളായിട്ട് തുക തരും, അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട കാര്യം ഇല്ല. അതുപോലെ ഫോറിൻ ഗവൺമെന്റ്, ഇന്റർനാഷണൽ ഏജൻസികൾ ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന്, ഇപ്പം നേരത്തെയൊക്കെ ഇന്ത്യക്ക് അതുപോലെ കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ പിന്നെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി, ആരോഗ്യ പുരോഗതിക്ക് വേണ്ടിയൊക്കെ വികസിത രാജ്യങ്ങളും അതുപോലെ പിന്നെ ഇന്റർനാഷണൽ ഏജൻസി, IMF, വേൾഡ് ബാങ്ക് പോലുള്ള സംഘടനകളൊക്കെ നമുക്ക് പൈസ തന്നുകൊണ്ടിരുന്നു. അതും നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടാത്ത സഹായങ്ങളും ഉണ്ട്. അതിനെയൊക്കെയാണ് ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതുപോലെ സബ്സിഡീസ്. സബ്സിഡി എന്താണ്? തിരിച്ചു കിട്ടുന്നുണ്ടോ? സബ്സിഡി ഗവൺമെന്റ് കൊടുത്താൽ തിരിച്ചു കിട്ടുമോ? ഇല്ല. ഗ്രാൻഡ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് എന്ന് പറയും, ഗ്രാൻഡുകൾ കൊടുക്കുന്നത്. ഇപ്പോൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ലേ, പിന്നെ ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ എന്താണ്, മറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സുകൾ ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് കൊടുക്കുന്നുണ്ട്, സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്, അതൊക്കെ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഏതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്? ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. എന്താണ് എക്സാമ്പിൾ? സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്, സബ്സിഡീസ്, ഗ്രാൻഡ്സ്, അല്ലേ, ഇതൊക്കെയാണ് ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. അതുപോലെ ഗിഫ്റ്റും വരും കേട്ടോ. ഗിഫ്റ്റ്, ഗവൺമെന്റ് കൊടുക്കുന്ന ഗിഫ്റ്റ്. ഇപ്പം നമുക്ക് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവിടുത്തെ പിന്നെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ ഒക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? അവർക്ക് ഗിഫ്റ്റ് പ്രസന്റ് ചെയ്യാറുണ്ട്, അല്ലെ, വില കൂടിയ ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. അതും ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്, ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ ആണ്. അത് അവർ തിരിച്ചു തന്നിട്ടാണോ പോകുന്നത്? അല്ല. അതിന് വില തന്നിട്ടാണോ പോകുന്നത്? അല്ല. അതാണ്. അടുത്ത നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ, ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ അല്ലാത്തത്, മാറ്റടവുകൾ അല്ലാത്തത് നോക്കാം നമുക്ക്. നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ refers to government spending that involves the purchase of goods and services or investment in assets. അതായത് നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ ആയിരുന്നില്ല, പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ചിലവ്. എന്നുവെച്ചാൽ പൈസ ചിലവാക്കുന്നു, തിരിച്ച് റിട്ടേൺ ഉണ്ട്, സാധനമോ സേവനമോ തിരിച്ച് കിട്ടുന്നു. തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എന്താണത്? ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ ആണ്. ഓർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസറ്റ്സ്, അസറ്റുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. കാരണം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ അവിടെ എന്തുണ്ടാകുന്നു? അസറ്റ് ഉണ്ടാകുന്നു. ആണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസറ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. അപ്പോൾ നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചറിൽ എന്തുണ്ട്? ഗവൺമെന്റ് പണം ചിലവാക്കിയാൽ അതിന് റിട്ടേൺ ഉണ്ട്. അത് ഗുഡിന്റെ രൂപത്തിലോ സർവീസിന്റെ രൂപത്തിലോ അസറ്റിന്റെ രൂപത്തിലോ, അല്ലേ, അവർക്ക് തിരിച്ച് കിട്ടുകയാണ് എങ്കിൽ അത് നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചറിന് നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി, എന്ത് കിട്ടും? നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ കിട്ടും. അപ്പോൾ എന്താണ് നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ? Non-transfer expenditure refers to government spending that involves the purchase of goods and services or investment in assets. Example, salaries and wages. ഗവൺമെന്റ് എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറിയും വേജസും. കാരണം എന്താണ്? അവരിൽ നിന്ന് സർവീസ് തിരിച്ചു കിട്ടുന്നില്ലേ? ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഒരു കെട്ടിടം നിർമ്മിക്കുന്നു, അപ്പോൾ കെട്ടിടം നിർമ്മിക്കാൻ പണം ചിലവാക്കുന്നു, അതിന് പകരമായിട്ട് എന്തുണ്ടാകുന്നു? അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാകുന്നു, റിട്ടേൺ ഉണ്ട് അവിടെ, അല്ലേ? ഗുഡ്സ് ആൻഡ് സർവീസ്, സാധനങ്ങളും സേവനങ്ങളും മേടിക്കാൻ ഗവൺമെന്റിന് ഒരുപാട് ഗുഡ്സും സർവീസും വാങ്ങേണ്ടി വരും, അതിന്റെ ചിലവ്. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് നോക്കിയാൽ എന്തൊക്കെയാണ്? സാലറീസ് ആൻഡ് വേജസ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്,
ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് വെച്ചാൽ ഇതിനൊക്കെ വേണ്ടിയുള്ള ചിലവുകളാണ്. ഇതാണ് നോൺ ട്രാൻസ്ഫർ എക്സ്പെൻഡിച്ചർ. മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അടുത്തത് ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ. ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ നോക്കാം നമുക്ക്. എന്താണ് ആദ്യം ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ? എന്താണ് ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ? ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ refers to government spending that is directly related to the provision of public goods and services. അപ്പോൾ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ refers to government spending that is directly related to the provision of public goods and services. എന്താണ്? ഗവൺമെന്റിന്റെ പബ്ലിക് ഗുഡ്സും സർവീസസും. പബ്ലിക് ഗുഡ്സ് അതുപോലെ പബ്ലിക് സർവീസസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനാകുന്ന ചിലവുകൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ. എന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ചില ഫങ്ഷൻസ് ആര് പെർഫോം ചെയ്യുന്നു? ഗവൺമെന്റ് പെർഫോം ചെയ്യുന്നു. അതിനുവേണ്ടി ആകുന്ന ചിലവുകൾക്ക് പറയുന്ന പേരാണ് ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ. കാര്യം പിടികിട്ടിയോ? അപ്പോൾ ഗവൺമെന്റ് പബ്ലിക്കിന് വേണ്ടി ചില ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് അവർക്ക് ചിലവാകുന്നുണ്ട്. അതായത് ഫങ്ഷൻസ് എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് പ്രൊവൈഡ്സ് പബ്ലിക് ഗുഡ്സ് ഓർ ആൻഡ് സർവീസസ് ടു ദ പീപ്പിൾ, ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുന്ന ചിലവുകൾക്ക് പറയുന്ന പേരാണ് ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ. എക്സാമ്പിൾ നോക്ക്, എഡ്യൂക്കേഷൻ അല്ലേ? നമുക്ക് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആണ്. നമ്മളിൽ നിന്ന് 5 പൈസ ചിലവാകുന്നില്ല. പക്ഷേ ഗവൺമെന്റിന് എന്താണ്? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് രാജ്യത്ത് ചിലവാകുന്നത് വിദ്യാഭ്യാസം കൊടുക്കാൻ. അതെന്തുകൊണ്ടാണ്? ഒരു പബ്ലിക് ഗുഡ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവീസ് ആയതുകൊണ്ടാണ്. ഹെൽത്ത്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡുകളിൽ നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നത്. ഇപ്പോൾ വാഹനങ്ങളിൽ നിന്ന് എന്ത് മേടിക്കുന്നുണ്ട്? ടാക്സ് മേടിക്കുന്നുണ്ട്. പക്ഷേ കാൽനട യാത്രക്കാരിൽ നിന്ന് മേടിക്കുന്നുണ്ടോ? ഇല്ല. ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ എന്താണ്? കുടിവെള്ള സൗകര്യം ഒരുക്കുന്നു, അങ്ങനെയുള്ള സേവനങ്ങൾക്കുള്ള ചിലവുകൾ. അതുപോലെ ഡിഫൻസ്, പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകൾ. ഇതാണ് ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ ഏതൊക്കെ വരും? ഇതൊക്കെ നോക്ക്. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ ചെയ്തത്? മൊത്തം ആർക്ക് വേണ്ടിയാണ്? പബ്ലിക്കിന് വേണ്ടിയാണ് അല്ലേ? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, ഡിഫൻസ്, ഇതൊക്കെ പബ്ലിക്കിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നു. ഇനി നോൺ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ. എന്താണ് നോൺ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ? നോൺ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ refers to government spending that is not directly related to the provision of public goods and services. എന്ന് വെച്ചാൽ ഇത് നേരിട്ട് എന്തുമായി ബന്ധപ്പെട്ടതല്ല? പബ്ലിക് ഗുഡ്സിന്റെയും സർവീസിന്റെയും പ്രൊവിഷനുമായി ബന്ധപ്പെട്ടതല്ല ഇത്. പിന്നെയോ? എക്സാമ്പിൾ, ഡെപ്റ്റ് എന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചിലവുകളല്ല എന്ത്? നോൺ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് ഞാൻ പറഞ്ഞത് എന്താണ്? ഗവൺമെന്റ് പബ്ലിക്കിന് വേണ്ടി ചില ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നു. അതാണ് ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ. അതായത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ, ഹെൽത്തിന് വേണ്ടി, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി, ഡിഫൻസിന് വേണ്ടിയുള്ള ചിലവുകൾ. അതേസമയത്ത് ഈ പബ്ലിക്കിനല്ലാതെയും പൊതുജനങ്ങൾക്കല്ലാതെയും ചില ചിലവുകൾ ആര് വഹിക്കുന്നുണ്ട്? ഗവൺമെന്റ്. അതാണ് പറഞ്ഞേക്കുന്നത് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു. ഈ നോൺ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പ്രൊവിഷൻ ഓഫ് പബ്ലിക് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് വെച്ചാൽ പൊതു സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക, പൊതുജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ലാതെ ഗവൺമെന്റ് പണം ചിലവഴിക്കുന്നുണ്ട്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡെപ്റ്റ് സർവീസിങ്, കടം തിരിച്ചു കൊടുക്കുന്നത്, വായ്പ മേടിച്ചത് പലിശ അടയ്ക്കുന്നത്, തിരിച്ചു കൊടുക്കുന്നത്. പെൻഷൻസ് ആൻഡ് ഗ്രാറ്റുവിറ്റീസ്, പെൻഷനും ഗ്രാറ്റുവിറ്റിയും കൊടുക്കുന്നത്. കാരണം അവർ ജോലി ചെയ്തതിനാണ് കൊടുക്കുന്നത് അല്ലേ? അവർ ജോലി ചെയ്ത് അവരുടെ പെൻഷനും ഗ്രാറ്റുവിറ്റിയും കൊടുക്കുന്നത്, സബ്സിഡി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ആ നോൺ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ ആണ്. നോൺ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? നോൺ ഫങ്ഷണൽ എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഓക്കെ, ഡെപ്റ്റ് സർവീസിങ്, പെൻഷൻസ് ആൻഡ് ഗ്രാറ്റുവിറ്റീസ് അല്ലേ? സബ്സിഡീസ് ഇവിടെ നമുക്ക് എക്സ്ട്രാ കയറി വന്നതാണ് കേട്ടോ. സബ്സിഡീസ് ഏതിൽ വരും? ഫങ്ഷണൽ എക്സ്പെൻഡിച്ചറിന്റെ കൂടെ വരുന്നതാണ് കേട്ടോ. സബ്സിഡീസ് എവിടെ വരുന്നതാണ്? സബ്സിഡീസ് ഫങ്ഷണൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. കാരണം ആളുകൾക്ക് പബ്ലിക്കിന് വേണ്ടിയല്ലേ കൊടുക്കുന്ന, പബ്ലിക് വേണ്ടി പ്രൊവിഷൻ ഓഫ് പബ്ലിക് ഗുഡ്സ് ആൻഡ് സർവീസിൽ വരുന്നതാണ് സബ്സിഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്സിഡീസ് ഇവിടെ വേണ്ട. നോൺ ഫങ്ഷണൽ അല്ല ഉള്ളത്. ഏതിലാണ്? ഫങ്ഷണൽ എക്സ്പെൻഡിച്ചറിലാണ് കേട്ടോ. ഫങ്ഷണൽ എക്സ്പെൻഡിച്ചറിലാണ് ഏത് വരിക? സബ്സിഡീസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് എന്ന് പറയുന്നത് അല്ലേ? കാറ്റഗറീസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് പറഞ്ഞു, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പറഞ്ഞു. അപ്പോൾ ഈ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗമൊന്നും അല്ല, കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അടുത്ത് ഇഫക്ട്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇഫക്ട്സ് ഓഫ്
പബ്ലിക് എക്സ്പെൻഡിച്ചർ? പൊതുചിലവുകളുടെ ഇഫക്റ്റ്, സ്വാധീനം എന്താണ്? എന്താണ് പൊതുചിലവുകളുടെ സ്വാധീനം? നോക്കുക, ഒന്ന് ഇക്കണോമിക് ഇഫക്റ്റ്. ദാറ്റ് മീൻസ് പ്രൊമോട്ട്സ് ഇക്കണോമിക് ഗ്രോത്ത്, റെഡ്യൂസ് അൺഎംപ്ലോയ്മെന്റ്, കൺട്രോൾസ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ, എൻകറേജ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്. അല്ലേ? അപ്പൊ നോക്കിയേ, ഇഫക്ട്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ഇഫക്റ്റ് എന്താണ്? സ്വാധീനം എന്താണ്? ഏതൊക്കെ തരത്തിലാണ് സ്വാധീനം? അതിലൊരു ഇഫക്റ്റ് ആണ് ഇക്കണോമിക് ഇഫക്ട്സ്. സാമ്പത്തികമായ സ്വാധീനമുണ്ട്. പൊതുചിലവുകൾക്ക് എന്തുണ്ട്? ഒരു സാമ്പത്തികമായ സ്വാധീനമുണ്ട്. എന്തൊക്കെയാണത്? പ്രൊമോട്ട്സ് ഇക്കണോമിക് ഗ്രോത്ത്, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നു, ത്വരിതപ്പെടുത്തുന്നു. ശരിയല്ലേ? പബ്ലിക് എക്സ്പെൻഡിച്ചർ വർദ്ധിക്കുന്നതിനനുസരിച്ച് സാമ്പത്തിക വളർച്ച കൂടുന്നു. റെഡ്യൂസസ് അൺഎംപ്ലോയ്മെന്റ്, അല്ലെ? നമുക്ക് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ്, എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസിന് വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? പണം ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ റെഡ്യൂസസ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലായ്മ കുറയ്ക്കുന്നു. കൺട്രോൾസ് ഇൻഫ്ലേഷൻ ആൻഡ് ഡീഫ്ലേഷൻ, അല്ലെ? പൊതുചിലവുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പണപ്പെരുപ്പവും പണച്ചുരുക്കവും, ഇൻഫ്ലേഷൻ മീൻസ് പണപ്പെരുപ്പം, അതുപോലെ ഡീഫ്ലേഷൻ പണച്ചുരുക്കം, അത് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നു. എൻകറേജസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം പുതിയ സ്വകാര്യ നിക്ഷേപകരെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് ആകർഷിക്കുന്നു, അവർക്ക് വേണ്ട ഇൻസെന്റീവ്സ് കൊടുക്കുന്നു, അവർക്ക് വേണ്ട നമുക്ക് ഈ സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് അറിഞ്ഞൂടെ? സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, പ്രത്യേക സാമ്പത്തിക മേഖല, നമ്മുടെ ടെക്നോ പാർക്കൊക്കെ, ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്ക്, അതുപോലെ ഇൻഫോസിറ്റി ഒക്കെ പോലുള്ള ഏരിയാസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ കേരളത്തിലും അതുപോലെ പിന്നെ എന്താണ്? കേരളത്തിൽ പ്രത്യേകിച്ച് IT-യുമായി ബന്ധപ്പെട്ടാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ, തെലങ്കാനയിലും മറ്റുമൊക്കെ എന്താണ്? ഇൻഡസ്ട്രിയൽ പാർക്കുകളുണ്ട്. അതൊക്കെ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ. അപ്പോൾ വ്യവസായികൾക്ക് വന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മതി. അപ്പോൾ എൻകറേജസ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഏതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്ന പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ഒരു ഇഫക്റ്റ്. അതിന് നമ്മൾ ഇക്കണോമിക് ഇഫക്റ്റ് എന്ന് പറയുന്നു, കാരണം സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത സോഷ്യൽ ഇഫക്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ് സാമൂഹികമായ ഫലങ്ങൾ? റെഡ്യൂസസ് ഇനിക്വാളിറ്റി, അല്ലേ? അസമത്വം കുറയ്ക്കുന്നു. നമ്മുടെ രാജ്യത്ത് അസമത്വം കുറയ്ക്കുന്നുണ്ട്. കാരണം സാധാരണക്കാർക്ക് കൂടുതൽ ബെനിഫിറ്റ്സുകൾ നൽകിക്കൊണ്ട് അവരെ കൂടി ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്ത് കുറയുന്നു? അസമത്വം കുറയുന്നു. ഇംപ്രൂവ്സ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, മാനവിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നു. മാനവിക വികസനം വിദ്യാഭ്യാസത്തിലൂടെ, ആരോഗ്യത്തിലൂടെ, അല്ലേ? ആ മാനവിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നു. എംപവേഴ്സ് വൾണറബിൾ ഗ്രൂപ്പ്സ്. വൾണറബിൾ ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ അശക്തരായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് ഇവിടെ എന്താണ്? ആ സ്ത്രീകളുടെ ഉന്നമനം, അതുപോലെ എന്താണ്? സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, അല്ലേ? അവിടെയൊക്കെ എന്താണ്? പുരോഗതിക്ക് വേണ്ടി ഗവൺമെന്റുകൾ പുതിയ പല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിനെ എംപവേഴ്സ്, ശാക്തീകരിക്കുന്നു. വൾണറബിൾ ഗ്രൂപ്പ്സ്, അല്ലെ? അശക്തരായിട്ടുള്ള ആ ഗ്രൂപ്പുകളെ, പ്രത്യേകിച്ച് നമുക്കതറിയാം, ഈ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, അതുപോലെ സ്ത്രീകൾ, ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നു? എംപവർ ചെയ്യാൻ, ശാക്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഓക്കെ, ഇതാണ് എന്ത്? സോഷ്യൽ ഇഫക്ട്സ്. അപ്പോൾ എന്തൊക്കെയാണ് സോഷ്യൽ ഇഫക്ട്സ്? റെഡ്യൂസ് ഇനിക്വാളിറ്റി, അസമത്വം കുറയ്ക്കുന്നു. ഇംപ്രൂവ്സ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, മാനവിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നു. എംപവേഴ്സ് വൾണറബിൾ ഗ്രൂപ്പ്സ്. ക്ലിയർ അല്ലേ? അടുത്ത മറ്റൊരു ഇഫക്റ്റ് ആണ് പൊളിറ്റിക്കൽ ഇഫക്ട്സ് ഉണ്ട്. രാഷ്ട്രീയപരമായ സ്വാധീനവും എന്തിനുണ്ട്? നമ്മുടെ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിനുണ്ട്. അതെന്തായത്? സ്ട്രെങ്തൻസ് ഗവേണൻസ്, അല്ലെ? രാഷ്ട്രീയ സ്വാധീനമുണ്ട്. സ്ട്രെങ്തൻസ് ഗവേണൻസ്, നമ്മുടെ ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നു. ഭരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക. ഒരു മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ നമ്മുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നു. കാരണം ഇപ്പം നമുക്കറിയാം, ഗവൺമെന്റ് സേവനങ്ങളൊക്കെ പണ്ടത്തെ പോലെയല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഗവൺമെന്റ് സേവനങ്ങൾ കിട്ടുന്നു. അതുപോലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പരാതിപ്പെടണമെങ്കിലൊക്കെ വളരെ എളുപ്പമാണ് ഇപ്പോൾ. അങ്ങനെയുള്ള സിസ്റ്റം ഒക്കെ ഗവൺമെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് സ്ട്രെങ്തൻസ് ഗവേണൻസ്. എൻഹാൻസസ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി ഉറപ്പാക്കുന്നു. രാജ്യത്തിന് സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത ഉറപ്പാക്കുന്നു. എൻഹാൻസസ് സ്റ്റെബിലിറ്റി. ഇൻക്രീസസ് പോപ്പുലർ സപ്പോർട്ട്, അല്ലേ? ഗവൺമെന്റിന്റെ പോപ്പുലർ സപ്പോർട്ട്. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ജനകീയമായിട്ടുള്ള സ്കീമുകൾ, ജനകീയ പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് എന്താണ്? ജനങ്ങളുടെ ഒരു സപ്പോർട്ട് നേടിയെടുക്കുന്നു. ഇൻക്രീസസ് പോപ്പുലർ സപ്പോർട്ട്. കാരണം അതിനുവേണ്ടി എന്താണ്? ആ ഗവൺമെന്റ് പുതിയ സ്കീമുകളൊക്കെ, ഒരുപാട് പദ്ധതികൾ, ഇനിയിപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലേ ചാനലുകളിലൊക്കെ, എന്താണ്? ഗവൺമെന്റുമായി ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ, അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് നടപ്പിലാക്കിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ചാനലുകളിലൂടെയും പരസ്യങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ എന്താണ്? ഒരു പോപ്പുലർ സപ്പോർട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു അവർ. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ചിലവുകൾ ഇപ്പോൾ ചാനലുകളിലൊക്കെ, പ്രൈവറ്റ് ചാനലുകളാണ്, അവർക്കൊക്കെ എക്സ്പെൻഡിച്ചർ ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിഞ്ഞൂടെ, KSRTC ബസ്സുകളിലൊക്കെ ഒരുപാട് ഗവൺമെന്റ് പരസ്യങ്ങൾ കൊടുത്തിരിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ ഇതിലൂടെ എന്താണ്? പോപ്പുലർ സപ്പോർട്ട് നേടിയെടുക്കാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. അതാണ് പൊളിറ്റിക്കൽ ഇഫക്ട്സ്. അപ്പോൾ എന്താണ്? സ്ട്രെങ്തൻസ് ഗവേണൻസ്, എൻഹാൻസസ് സ്റ്റെബിലിറ്റി, സ്ഥിരത ഉറപ്പാക്കുന്നു, ഇൻക്രീസ് പോപ്പുലർ സപ്പോർട്ട്. ഇനി എൻവയോൺമെന്റ് ആൻഡ് ടെക്നോളജിക്കൽ ഇഫക്ട്സ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ മറ്റൊരു ഇഫക്റ്റ് ആണ്. പാരിസ്ഥിതികവും സാങ്കേതികപരവുമായിട്ടുള്ള ഇഫക്റ്റ് ഉണ്ട്. എന്താണത്? പാരിസ്ഥിതികവും സാങ്കേതികപരവുമായിട്ടുള്ള ഇഫക്റ്റ്. പ്രൊട്ടക്ട് ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ഗവൺമെന്റ് പിന്നെ എന്തിനു വേണ്ടി പണം ചിലവഴിക്കുന്നുണ്ട്? നമ്മുടെ ഫോറസ്റ്റ്, വനസംരക്ഷണത്തിന് വേണ്ടി, വൈൽഡ് ലൈഫ്, വന്യജീവി സംരക്ഷണത്തിന്, ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം നിലനിർത്താൻ വേണ്ടി, അല്ലേ?
അപ്പോൾ ഇതൊക്കെ എന്താണ്? എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. പ്രൊട്ടക്ട് ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ്, ബയോഡൈവേഴ്സിറ്റി. ഇനി കൺട്രോൾസ് പൊല്യൂഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ. അപ്പോൾ കൺട്രോൾസ് പൊല്യൂഷൻ എന്താണ്? പിന്നെ മലിനീകരണം നിയന്ത്രിക്കുന്നു. ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ എന്ന് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനം എന്ത് ചെയ്യുന്നു? ആ പ്രശ്നം പരിഹരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം എന്ത് ചെയ്യുന്നു? മിറ്റിഗേറ്റ് ചെയ്യുന്നു. മീൻസ് അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നു. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഇതിനൊക്കെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പണം ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ വിവിധ തലങ്ങളിലാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? പണം ചിലവഴിക്കുന്നത്. അതൊക്കെ എന്താണ്? ഓരോ തലങ്ങളിൽ അതിന്റെ ഇഫക്റ്റ് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എൻവയോൺമെന്റ് ആൻഡ് ടെക്നോളജിക്കൽ ഇഫക്റ്റ് ആണ്. ഇനി പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു കോൺസെപ്റ്റാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അല്ലെ? സുസ്ഥിര വികസനം. അപ്പോൾ ആ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പരിസ്ഥിതിയിലെ മലിനീകരണം കുറയ്ക്കാൻ വേണ്ടി, റിസോഴ്സസിന്റെ എക്സസീവ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ, അല്ലെ അമിതമായിട്ട് റിസോഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടി ഒക്കെ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുന്നതാണ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എൻകറേജസ് ഇന്നോവേഷൻ. എന്താണ് ഇന്നോവേഷൻ? പരിഷ്കാരങ്ങൾ, കണ്ടെത്തലുകൾ, അല്ലെ ഇൻവെൻഷൻസ്, ഇന്നോവേഷൻസ്. ഇതൊക്കെ ആര് പ്രോത്സാഹിപ്പിക്കുന്നു? ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നു. എൻകറേജസ് ഇന്നോവേഷൻ. എൻകറേജസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അല്ലെ റിസർച്ച്, ഗവേഷണവും അതുപോലെ എന്താണ് ഡെവലപ്മെന്റും പുരോഗതിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. റിസർച്ച്, ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റ് വികസനാത്മക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊക്കെയാണ് എൻവയോൺമെന്റ് ആൻഡ് ടെക്നോളജിക്കൽ ഇഫക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ നാല് ഇഫക്ട്സ് ആണ് ഏതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്? ഈ പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ഇഫക്ട്സ്, അല്ലെങ്കിൽ 4 തലങ്ങളിലാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ സ്വാധീനം ചെലുത്തുന്നത്. ഒന്ന് ഇക്കണോമിക് ഇഫക്ട്സ്, മറ്റൊന്ന് സോഷ്യൽ ഇഫക്ട്സ്, അടുത്ത പൊളിറ്റിക്കൽ ഇഫക്ട്സ്, പിന്നെ ഏതാ പറഞ്ഞത് നമ്മൾ? എൻവയോൺമെന്റ് ആൻഡ് ടെക്നോളജിക്കൽ ഇഫക്ട്സ്. ക്ലിയർ അല്ലേ? ഇതാണ് ഏതിന്റെ സ്വാധീനം എന്ന് പറയുന്നത്? പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ സ്വാധീനം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2025-26 ബഡ്ജറ്റ്. ഇപ്പൊ ലേറ്റസ്റ്റ് ബഡ്ജറ്റ് ഏതാണ്? 26-27 ബഡ്ജറ്റാണ്. 25-26 ബഡ്ജറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള അന്നത്തെ ഷെയർ ആണ് പബ്ലിക് എക്സ്പെൻഡിച്ചറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഒരു പൈ ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഒരു പൈ ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. അത് നോക്കിയാൽ അറിയാൻ പറ്റും ഗവൺമെന്റ് ചിലവുകൾ. നമ്മൾ ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് നോക്ക്, സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ്. നമ്മുടെ ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ചത് എന്തിനു വേണ്ടിയാണ്? സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. നമ്മുടെ ഗവൺമെന്റ് GST പിരിച്ചെടുക്കൂലേ, സെൻട്രൽ ഗവൺമെന്റ്. അപ്പോൾ അങ്ങനെ പിരിച്ചെടുത്തിട്ട് ഈ ടാക്സസും ഡ്യൂട്ടീസും ഓരോ ഗവൺമെന്റുകൾക്കും അതിന്റെ ഷെയർ കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് സ്റ്റേറ്റുകൾക്ക് അതുപോലെ യൂണിയൻ ടെറിട്ടറീസിന് കൊടുക്കാനുള്ള ഷെയറുകളാണ് നമ്മുടെ മൊത്തം ചിലവിൽ, ഗവൺമെന്റ് മൊത്തം എക്സ്പെൻഡിച്ചറിൽ ഏറ്റവും കൂടുതൽ, അതായത് 22%. മൊത്തം ചിലവിൽ 22% സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ആയിട്ടാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ ഗവൺമെന്റ് പിരിച്ചെടുത്ത ടാക്സുകളിൽ ആ ടാക്സ് അതുപോലെ ഡ്യൂട്ടീസിൽ സ്റ്റേറ്റുകൾക്ക്, ഓരോ സ്റ്റേറ്റുകൾക്കുള്ള ഷെയറുകൾ, അല്ലെങ്കിൽ മൊത്തം സ്റ്റേറ്റുകൾക്കുള്ള ഷെയറുകൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് മൊത്തം ചിലവിന്റെ 22%. ഓക്കെ, ഇനി അടുത്ത രണ്ടാം സ്ഥാനം ഏതാണ്? ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. കണ്ടോ? ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എത്ര % ആണ്? 20% ആണ് പലിശയടവ്. അത്രത്തോളം നമ്മൾ വായ്പ എടുത്തിട്ടുണ്ട്. മറ്റ് പല കാര്യം ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ വായ്പ എടുത്തിട്ടാണ്. അപ്പോൾ പലിശ കൊടുക്കണ്ടേ? ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് 20% ആണ്. ഇനി അടുത്ത എത്രയാണ്? ബാക്കി എത്രയാണ്? 16% ഉണ്ട്. സെൻട്രൽ സെക്ടർ സ്കീംസ് എക്സ്ക്ലൂഡിംഗ് ക്യാപിറ്റൽ ഔട്ട്ലേ ഓൺ ഡിഫൻസ് ആൻഡ് മേജർ സബ്സിഡീസ്. സെൻട്രൽ സെക്ടർ സ്കീംസ് ഉണ്ട്. ഏതൊഴികെ? ക്യാപിറ്റൽ ഔട്ട്ലേ ഓൺ ഡിഫൻസ് ആൻഡ് മേജർ സബ്സിഡീസ്. ഈ സബ്സിഡിയും അതുപോലെ ഡിഫൻസിന് വേണ്ടിയുള്ള ക്യാപിറ്റൽ ഔട്ട്ലേ, മൂലധന ചിലവ് ഒഴിച്ച് സെൻട്രൽ സെക്ടർ സ്കീംസ്, ഈ സെൻട്രൽ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന സ്കീമുകളുണ്ട്. അതിന് 16%. 16%. സെൻട്രൽ സെക്ടർ സ്കീമുകൾ, ഓരോ സ്റ്റേറ്റുകളിലും സെൻട്രൽ സെക്ടർ സ്കീമുകളുണ്ട്. അത് 16%. ഇനി സെൻട്രലി സ്പോൺസേഡ് സ്കീം ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന സ്കീമുകളുണ്ട്. സെൻട്രലി സ്പോൺസേഡ് സ്കീം എത്ര %? 8%. അപ്പോൾ സെൻട്രൽ സെക്ടർ സ്കീമുകളുമുണ്ട്. അതുപോലെ സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി നടപ്പാക്കുന്നത്. അപ്പോൾ സെൻട്രലി സ്പോൺസേഡ് സ്കീമുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് മാത്രമായിട്ടുള്ള സ്കീമുകളുണ്ട്. അതാണ് ആ വ്യത്യാസമുള്ളത്. ഒന്ന് സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റും ചേർന്ന് നടപ്പിലാക്കുന്ന സ്കീമും, മറ്റൊന്ന് സ്റ്റേറ്റിന്റെ മാത്രമുള്ളത്. അപ്പോൾ അതെത്രയാണ്? 8%. ഇനി അതർ എക്സ്പെൻഡിച്ചർ 8%. മറ്റ് ചിലവുകൾ എത്രയാണ്? നമ്മൾ പലവക ചിലവ് എന്ന് പറയുന്നത് 8%. പെൻഷനായിട്ട് കൊടുക്കുന്നത് നമ്മൾ എംപ്ലോയീസിന്, ഗവൺമെന്റ് എംപ്ലോയീസിന് പെൻഷൻ 4%. ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സ്, ഫിനാൻസ് കമ്മീഷനും മറ്റു ട്രാൻസ്ഫേഴ്സ് 8%. സബ്സിഡീസ് 6%. ഡിഫൻസ് കണ്ടോ 8%. ഇങ്ങനെയാണ് നമ്മുടെ വിവിധ ചിലവുകൾ. അപ്പോൾ നിങ്ങളിതിവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചിലവുകൾ 1, 2, ഒരു 4, 5 എണ്ണം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ 2025-26 ബഡ്ജറ്റിലെയാണ്. 25-26 പഠിക്കണം, അതുപോലെ 26-27 പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് അറിയേണ്ടത് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് 22%.
അതുപോലെ പിന്നെ രണ്ടാം സ്ഥാനം സെൻട്രൽ സെക്ടർ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് 20%, 3 സെൻട്രൽ സെക്ടർ സ്കീംസ്. അപ്പോൾ മിനിമം ആ 3 എണ്ണമെങ്കിലും പഠിച്ചിരിക്കുക. പിന്നെ അതിനോടൊപ്പം എന്ത് ചെയ്യണം, ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫൻസ്. നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഡിഫൻസിന് എത്ര % എന്ന് ചോദിക്കും, 8%. മേജർ സബ്സിഡി എത്രയാണ്, 6%. സബ്സിഡീസ് അത് ചോദിച്ചിട്ടുണ്ട്, 6%. അപ്പോൾ ഇങ്ങനെയൊന്ന് പഠിച്ചു വച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 എണ്ണം ഏറ്റവും കൂടുതൽ ചിലവാക്കുന്ന നമ്മുടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിൽ അതാണ് റുപ്പീസ് ഗോസ് ടു എന്നാണ് കൊടുത്തേക്കുന്ന ബഡ്ജറ്റിൽ. കാരണം ഏറ്റവും ചിലവുകൾ റുപ്പീസ് ഗോസ് ടു എന്ന് വെച്ചാൽ ചിലവാക്കുന്ന തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ആണ് ഉദ്ദേശിക്കുക. അപ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ ടോപ്പ് എക്സ്പെൻഡിച്ചേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള മേഖലകളാണ് ഡിഫൻസ്, അതുപോലെ സബ്സിഡീസ്, അതിനുവേണ്ടി എത്ര ശതമാനം ചിലവഴിച്ചു, അങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനിതാ 2026-27 ബഡ്ജറ്റിലെയാണ്. കണ്ടോ, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഉണ്ടോ, സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് 22% തന്നെയാണ്, അതിനകത്ത് വ്യത്യാസമില്ല അല്ലേ. സെൻട്രൽ സെക്ടർ സ്കീംസ് 17%. ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് എത്രയാണ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് 20% ആണ്. ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് 20%. നേരത്തെ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഉണ്ടോ, അവിടെയും 20% ആയിരുന്നു. സ്റ്റേറ്റ് ഷെയർ അതിനകത്ത് മാറ്റമില്ല, പുതിയ ബഡ്ജറ്റിലും എന്തില്ല, മാറ്റം ഇല്ല. സെൻട്രൽ സെക്ടർ സ്കീംസ് അവിടെ 16% ആയിരുന്നു സെൻട്രൽ സെക്ടർ സ്കീമെങ്കിൽ ഇപ്പൊ എത്രയാണ്, സെൻട്രൽ സെക്ടർ സ്കീംസ് 17, 1% കൂടിയിരിക്കുന്നു, 1% കൂടി. സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് 8%. ഡിഫൻസ് എത്രയും നോക്കിയേ, ഡിഫൻസ് 11% ആണ്. കണ്ടോ, പുതിയ ബഡ്ജറ്റ് 2026-27 ബഡ്ജറ്റ് അനുസരിച്ച് ഡിഫൻസ് 25-26 ബഡ്ജറ്റിൽ എത്രയായിരുന്നു, 8% ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഡിഫൻസ് എത്രയാണ്, 11% ആണ്, 11%. സബ്സിഡീസ് അവിടെ എത്രയായിരുന്നു, സബ്സിഡീസ് 6% ആയിരുന്നു. ഇവിടെയും സബ്സിഡി എത്രയാണ്, 6% തന്നെ. സബ്സിഡിയിൽ മാറ്റമില്ല. പുതിയ ബഡ്ജറ്റിനനുസരിച്ച് ഡിഫൻസ് എത്രയാണ്, കണ്ടോ, പഴയ ബഡ്ജറ്റിൽ ഡിഫൻസിന് 8% ആയിരുന്നത്, പുതിയ ബഡ്ജറ്റിൽ 2026-27 ബഡ്ജറ്റിലെ ഡിഫൻസ് 11% ആയിട്ട്. അപ്പോൾ ഇവിടെയും ഏറ്റവും കൂടുതൽ എന്ത് തന്നെയാണ്, സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് നമ്മളെ പുതിയ ബഡ്ജറ്റിലും, അതും സെയിം തന്നെ. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. 2025-26 ബഡ്ജറ്റിലും 26-27 ബഡ്ജറ്റിലും എന്താണ്, നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സ് ആണ്. രണ്ടിടത്തും എന്ത് 22% തന്നെയാണ് അല്ലേ, 22%. അതുപോലെ സെക്കൻഡ് പ്ലേസ് ഏതാണ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ആണ്, അത് 20%. അവിടെയും എത്രയായിരുന്നു, 20% തന്നെയായിരുന്നു അല്ലേ, 20% ആയിരുന്നു അവിടെയും, ഇവിടെയും 20% പുതിയ ബഡ്ജറ്റിൽ. ഇനി വ്യത്യാസമുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള സെൻട്രൽ സെക്ടർ സ്കീംസ് ആണ്. സെൻട്രൽ സെക്ടർ സ്കീംസ് 17%, അവിടെ എത്രയായിരുന്നു, 16%, ഇത് 17%, 1% കൂടി. ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഡിഫൻസ്. 2025-26 8%, ഇപ്പൊ എത്രയായിട്ട് 11%. കാര്യം ഡിഫൻസിന്റെ മാത്രമായിട്ട് പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്, 11%. മേജർ സബ്സിഡീസ് അവിടെയും 6 തന്നെയാണ്, ഇവിടെയും എന്ത് തന്നെയാണ്, 6%. ബാക്കി അതർ എക്സ്പെൻഡിച്ചർ 7. സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് 8%. സിവിൽ പെൻഷൻ അല്ലേ, പെൻഷൻ കൊടുക്കുന്നത് 2%. പെൻഷൻ കുറഞ്ഞിട്ടുണ്ട് അല്ലേ, പെൻഷൻ 4% ആയിരുന്നു, ഇപ്പം എത്രയായിട്ട് കുറഞ്ഞു, 2% കുറഞ്ഞിട്ടുണ്ട് പുതിയ ബഡ്ജറ്റ്. അപ്പോൾ ഇതാണ് രണ്ട് ബഡ്ജറ്റിൻ്റെയും താരതമ്യം എന്ന് പറയുന്നത്. 25-26 ബഡ്ജറ്റും 26-27 ബഡ്ജറ്റും അന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. പുതിയ ലേറ്റസ്റ്റ് ബഡ്ജറ്റ് 26-27 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പബ്ലിക് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.